കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ ഊളത്തരം അഥവാ 600 കോടിയുടെ VFX ഊളത്തരം കൽക്കി 2898 AD എന്ന് പറയുന്ന നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത സിനിമയെ കുറിച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായമാണിത്. സാധാരണഗതിയിൽ ഒരു സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ ആഗ്രഹിക്കാറുണ്ട് ആ സിനിമയെ കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് നിരീക്ഷിച്ചൊക്കെ റിവ്യൂ ചെയ്യണം എന്നൊക്കെ. ഞാൻ ഈ സിനിമയെക്കുറിച്ചും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നു. കാരണം അത്രയധികം വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്, അത്രയധികം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്, ടെക്നിക്കലി ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമയെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയണമെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും സിനിമ കണ്ട നിരാശയിൽ പിന്നെ എനിക്ക് തോന്നി അത്രയൊന്നും പറയേണ്ടതില്ല. അത് മറിച്ച് ഈ സിനിമ എന്നെ നിരാശപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. അപ്പം സിനിമയുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്ലോട്ട് അത് തന്നെയാണ് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം. ഈ ഒരു പ്ലോട്ട് ഭയങ്കര രസമുള്ളൊരു കഥയാണ്. മഹാഭാരതവുമായി ബന്ധപ്പെട്ട് അശ്വത്ഥാത്മാവിൻ്റെയും കൽക്കിയുടെയും ശ്രീകൃഷ്ണൻ്റെയും ഒക്കെ കുറേ കാര്യങ്ങളാണ് സിനിമ കാണിക്കുന്നത്. ആ ഒരു കഥ ഭയങ്കര രസമാണ് കേൾക്കാൻ. അത് ഒരു കാലത്തിന്റെ എത്രയോ വർഷങ്ങൾ നീണ്ടൊരു കഥ തന്നെയാണ്. അശ്വത്ഥാത്മാവിന് ശ്രീകൃഷ്ണനിൽ നിന്നൊരു ശാപം കിട്ടുന്നു. ഉത്തര എന്ന് പറയുന്ന സ്ത്രീ, ഗർഭിണിയായ സ്ത്രീയുടെ കുഞ്ഞ് അശ്വത്ഥാത്മാവിന്റെ കൈകൾ മൂലം മരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ശ്രീകൃഷ്ണൻ പുള്ളിയെ ശപിക്കുന്നു. പുള്ളിക്ക് മരണമില്ലാണ്ട് വർഷങ്ങളോളം ജീവിക്കേണ്ടി വരുന്നു. പുള്ളിയുടെ ശാപം മാറണമെങ്കിൽ കൽക്കിയുടെ ജന്മത്തിന് പുള്ളി സാക്ഷ്യം വഹിക്കണം, പുള്ളിയുടെ സാന്നിധ്യം വേണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു വിഷയമാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. പ്രത്യേകിച്ചും ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് പോലും കുരുക്ഷേത്ര യുദ്ധഭൂമിയിലുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു കഥ മിത്തോളജി അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും മനസ്സിലാവും. അത് മാത്രമല്ല, ഇവർ ഫസ്റ്റ് സീൻ തൊട്ട് ഈ മഹാഭാരത കഥ ഇതിനകത്ത് ഉൾപ്പെടുത്തിയെങ്കിൽ കൂടിയും അത് ഈ കഥ അറിയുന്നവർക്ക് പോലും ഒരു ക്ലാരിറ്റി കിട്ടാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കൺഫ്യൂഷൻ വരും. ഇത് എന്താണ് ഈ പറയുന്നത്? ഉത്തര എന്ന് പറയുന്ന സ്ത്രീയുടെ മരണം ഇത് ഉത്തരയാണെന്നോ അല്ലെങ്കിൽ ഇത് ഇന്ന ആളാണെന്നോ നമുക്കൊന്നും മനസ്സിലാവില്ല. ആരോ മരിക്കുന്നു, എന്തോ ഒരു ശാപം കൊടുക്കുന്നു എന്നല്ലാണ്ട് ഒരു ക്ലാരിറ്റി കിട്ടില്ല. നമ്മൾ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അടുത്ത പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രഭാസിന്റെ ക്യാരക്ടറാണ്. പ്രഭാസ് ജീവിക്കുന്ന കാലഘട്ടം 2898 AD ആണ്. പുള്ളി ഒരു ഫൈറ്ററാണ്. ടെക്നോളജിയുടെ സഹായത്തോടു കൂടി കരുത്തുറ്റൊരു ഫൈറ്ററായിട്ട് പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു കഥാപാത്രം നായകനാവുമ്പോൾ തന്നെ ഭയങ്കര ചളിയായിട്ടുള്ള ഡയലോഗ്സ്, ചളിയായിട്ടുള്ള കോമഡികളൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിന് കൂട്ടായിട്ട് പുള്ളിയുടെ കൂടെ ബുജി എന്ന് പറയുന്നൊരു AI കൂടിയുണ്ട്. അപ്പം ഈ പ്രഭാസിന്റെ ക്യാരക്ടർ പ്രത്യേകിച്ച് വ്യക്തിത്വമൊന്നും ഇല്ലാണ്ട് പുള്ളി ഇങ്ങനെ ഫൈറ്ററും കാര്യങ്ങളൊന്നും ഇടയ്ക്ക് അനാവശ്യമായി കോമഡികളൊക്കെ ആയിട്ട് പോകുന്നു. അതിന്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. പക്ഷെ കലിയുഗം എന്ന് പറയുമ്പോൾ പോലും ആ കലിയുഗത്തിന് ഭൂമിയുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. ഇതൊരു ഭൂമിയാണെന്ന് പോലും നമുക്ക് തോന്നില്ല. കലിയുഗം തിന്മയാൽ നിറഞ്ഞതാണെങ്കിലും അത്രത്തോളം പട്ടിണിയും ദാരിദ്ര്യവും വെള്ളമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതിൽ മറ്റേതോ യൂണിവേഴ്സ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഭൂമിയുമായിട്ടൊരു കണക്ഷൻ ഉള്ളതായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല, വർഷം ഒരുപാട് മുൻപോട്ട് പോയി ടെക്നോളജി വളർന്നു. അവിടെ പറക്കുന്ന കാറുണ്ട്, അല്ലെങ്കിൽ അതിന് മാത്രം ടെക്നോളജി വളർന്നു കഴിഞ്ഞു. എന്നിട്ടും അവിടുത്തെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ വളരെ കടുകട്ടിയായിട്ടുള്ള ഭാഷയാണ് സംസാരിക്കുന്നത്. പ്രാചീനമായിട്ടുള്ള ഭാഷയാണ്. അവരുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അതിലും പ്രാചീനമായിട്ടുള്ള ഈ കവച, പടച്ചട്ട, അതുപോലെ തന്നെ ബ്ലൗസ് ഇല്ലാത്ത സാരി, അത്രയും പ്രാചീനമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ചില ആളുകൾക്ക് നല്ല ലാംഗ്വേജ് ഉണ്ട്, അവർക്ക് നന്നായിട്ട് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. എന്നാൽ മറ്റു പലർക്കും ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള കഴിവോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. അശ്വത്ഥാത്മാവായിട്ട് ചെയ്തിരിക്കുന്ന അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ അത് വർഷങ്ങളായിട്ട് മനുഷ്യരുമായിട്ട് ബന്ധമുള്ള ക്യാരക്ടർ ഒന്നുമല്ല, ഒരു ഗുഹയ്ക്കകത്ത് ജീവിക്കുന്ന ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ പുറത്തേക്ക് വരുന്ന സമയത്ത് പുള്ളിയോട് ഇംഗ്ലീഷിൽ ആരെങ്കിലും സംസാരിച്ചാൽ പോലും പുള്ളി വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ പോലെയാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷൊക്കെ വളരെയധികം മനസ്സിലാവുന്ന ഒരു കക്ഷിയാണ് അശ്വത്ഥാത്മാവ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു ലോജിക്കൊന്നും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ 3 സ്ഥലങ്ങളാണ് സിനിമയ്ക്ക് അത് മെയിനായിട്ട് വരുന്നത്. ഒന്ന് കോംപ്ലക്സ് ആണ്, ഒന്ന് കാശിയാണ്, ഒന്ന് സാമ്പാളയാണ്. ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് ദൂരെ നിന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ പിരമിഡ് പോലുള്ള ഒരു സംഭവമാണ്. അത് വളരെ സുഖ സൗകര്യങ്ങളോട് കൂടിയുള്ള ജീവിതമൊക്കെയാണ് കാണിക്കുന്നത്. ഈ കോംപ്ലക്സിനകത്തേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ അതിനകത്ത് കടലുണ്ട്, കാടുണ്ട്, മലയുണ്ട്, കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമല്ലേ, അതൊട്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല അതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കും കൂടി ചിരി വരുന്നൊരു അവസ്ഥയായിരുന്നു. മാത്രമല്ല, ഈ കലിയുഗത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവിക്കുന്ന ആൾ തന്നെയാണ് നമ്മുടെ പ്രഭാസ് ചെയ്യുന്ന ക്യാരക്ടർ. ഭാരവൻ എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിയുടെ ആഗ്രഹം ഈ ഒരു കോംപ്ലക്സിനകത്തേക്ക് കയറണം എന്നുള്ളതാണ്. പുള്ളി ഒരു കോംപ്ലക്സിനകത്തേക്ക് കയറുന്ന നിമിഷം തൊട്ട് അവിടെ ഡപ്പാങ്കൂത്ത് പാട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ സിനിമയായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ആ ബന്ധം വിട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം കലിയുഗത്തിന്റെ കഥ പറയുന്നു, ഭയങ്കര കലിയുഗത്തിന്റെ സീരിയസ്നെസ്സും കാര്യങ്ങളും പറയുന്ന അതേ സമയത്ത് തന്നെ ഡപ്പാങ്കൂത്ത് പാട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ സിനിമയ്ക്കകത്ത് VFXനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും ഒറിജിനാലിറ്റിയെ വെല്ലുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ പരിപാടിയാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ആർട്ടിഫിഷ്യൽ പരിപാടിയാണെന്ന്.
അത്ര പക്ക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പരിപാടിയാണ് VFX ൽ പിടിച്ചിരിക്കുന്നത്. ഇത്ര കോടി മുടക്കിയ ഒരു സിനിമ പിടിച്ചിട്ട് അതിന് റിയാലിറ്റിയുമായിട്ടൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ നമുക്കത് റിയൽ ആണെന്ന് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു പരാജയമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയ്ക്കകത്ത് തുടക്കത്തിൽ തന്നെ ശ്രീകൃഷ്ണനെയൊക്കെ കാണിക്കുന്നുണ്ട്. തലയിൽ മയിൽപ്പീലിക്ക് ചൂടിയ ശ്രീകൃഷ്ണൻ, അതിന്റെ പിറകിലൂടെ ഒരു കുതിര ഓടുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും നമുക്കത് ആർട്ടിഫിഷ്യൽ ആണെന്ന് എഴുതി ഒപ്പിടേണ്ട അവസ്ഥയാണ്. അത്രമാത്രം അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്കകത്തുള്ള ആദ്യ പകുതി എന്ന് പറയുന്നത് ഈ കാശി സാമ്പാള കോംപ്ലക്സ് ഒക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നു. ആ ഒരു ആദ്യ പകുതി വലിച്ചു നീട്ടി പ്രത്യേകിച്ചും പ്രഭാസിന്റെ ചളിയും പരിപാടികളൊക്കെ ആയിട്ട് വലിച്ചു നീട്ടിക്കൊണ്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. നമ്മളിങ്ങനെ ഒരു ഇന്റർവെൽ പഞ്ചിലൊക്കെ അടുക്കുന്ന സമയത്താണ് സിനിമയിലേക്ക് നമ്മളൊന്ന് എൻഗേജിങ് ആയി തുടങ്ങുന്നത്. ഇന്റർവെൽ പഞ്ച് എനിക്ക് ഓക്കെ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ അന്നാബെൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയ ഒരു ക്യാരക്ടർ ആയിരുന്നു. അത് സാമാന്യം ഈ പറഞ്ഞതുപോലെ ഒരു വെറുപ്പിക്കൽ ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരി ഒരു വാഹനത്തിന്റെ മുകളിൽ കയറിയിരുന്ന് വായുവിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സീനൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് അറിയോ, നമ്മുടെ ബാലരമയ്ക്കകത്തെ ലുട്ടാപ്പി ഇല്ലേ, ഈ ലുട്ടാപ്പി ഇതിനേക്കാൾ ഭംഗിയായിട്ട് കുന്തത്തിൽ കയറി പോകുന്നു എന്നുള്ള ഫീൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അന്നയുടെ ക്യാരക്ടർ ആണെങ്കിലും അന്നയുടെ അഭിനയമാണെങ്കിലും പുള്ളിക്കാരിയുടെ ആ ഒരു എന്താ പറയാ VFX പരിപാടികളാണെങ്കിലും ഒക്കെ എല്ലാം എനിക്ക് വളരെ വളരെ ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ദീപിക പദുക്കോൺ ഈ സിനിമയ്ക്കകത്ത് പ്രഗ്നന്റ് ആവുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ആ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് കുറെ സീൻസ് ഒക്കെ വരുന്നുണ്ട്. പലപ്പോഴും പല രംഗങ്ങളും കാണുമ്പോൾ സീരിയൽ പരിപാടികളൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയ്ക്കകത്ത് എനിക്ക് പ്രശ്നമായി തോന്നിയ ഒരു കാര്യമായിരുന്നു ഇതിന്റെ BGM എന്ന് പറയുന്നത്. ടോം ആൻഡ് ജെറി കാർട്ടൂണിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പല BGM ഇതിനകത്ത് ഉണ്ടായിരുന്നു. അത് വളരെ വളരെ ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമയ്ക്കകത്ത് ക്ലൈമാക്സിൽ കുറെ യുദ്ധവുമായി ബന്ധപ്പെട്ട രംഗങ്ങളുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന്റെ ഒക്കെ ഈ വെടിക്കെട്ടൊക്കെ കണ്ടിരിക്കില്ലേ, ഏതാണ്ട് അതേ അവസ്ഥയായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ കാരണമാണ് ഈ സിനിമ എനിക്ക് ഒട്ടും വർക്ക് ആവാതിരുന്നത്. 600 കോടി രൂപയ്ക്ക് ഇത്രയധികം VFXും പരിപാടികളും പിടിച്ചുകൊണ്ട് കുറെ കോമാളിത്തരങ്ങൾ കാണിച്ചിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ. പുള്ളി ചെയ്ത ക്യാരക്ടർ സെക്കൻഡ് ഹാഫിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതിൽ പുള്ളി വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതൊന്നുമല്ല. പുള്ളിയുടെ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് ഹാഫ് അത്ര എൻഗേജിംഗ് ആയിട്ട് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സിനിമയ്ക്കകത്ത് കാര്യമായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. പ്ലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റാർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ചെയ്തു. ബേസിക് ആയിട്ടുള്ള മഹാഭാരത കഥയിലേക്ക് കുറേയധികം കാര്യങ്ങൾ ചേർത്തുകൊണ്ട് സിനിമ കുറെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഇങ്ങനെ കുറെ പോരായ്മകൾ നിറഞ്ഞ സിനിമയാണ്. എനിക്കിതൊരു പെർഫെക്റ്റ് സിനിമയായിട്ട് തോന്നിയിട്ടില്ല, ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. ഈ സിനിമ ഒരു വിധത്തിലും എന്നെ ത്രില്ലടിപ്പിച്ചിട്ടില്ല, ഒരു തരത്തിലും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുമില്ല.